അപ്പു പരീക്ഷയുടെ ഉത്തരക്കടലാസ് കിട്ടിയ കാര്യം എന്താ പറയാതിരുന്നത്? പറഞ്ഞിട്ട് എന്തിനാ? എന്തിനാന്നാ? 50-ൽ 1 മാർക്കാണ് നീ വാങ്ങിയത്. ഇങ്ങനെ പോയാൽ എന്താവും? അതുകൊണ്ട് എന്താ? ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ജോണിനെയാ ഞാൻ ഇന്ന് ചെസ്സിൽ തോൽപ്പിച്ചത്. പിന്നെയാ. എന്നാലും മോനെ പരീക്ഷ ജയിക്കണ്ടടാ. എത്ര ഇരുത്തി പഠിപ്പിച്ചതാ ഞാൻ. ഈ ചോദ്യങ്ങളെല്ലാം നിന്നെ അച്ഛൻ പഠിപ്പിച്ച ഭാഗത്തു നിന്നുള്ളതാണ്. എന്നിട്ടെന്താ ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാവുന്ന ചോദ്യങ്ങൾക്ക് പോലും നീ ഉത്തരം എഴുതാഞ്ഞേ? എനിക്കത് വായിക്കാൻ പറ്റിയില്ല. വായിച്ചിട്ട് മനസ്സിലായില്ല അച്ഛാ. ഷംന ഇവിടെ വരൂ. ഇതെന്താ കുട്ടി, നിന്റെ പുസ്തകത്തിൽ നിറയെ തെറ്റുകളാണല്ലോ. ഞാൻ ശരിയായിട്ട് തന്നെയാണ് എഴുതിയത് ടീച്ചർ. ഓരോ വാക്കും തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ബോർഡിൽ എഴുതിയത് നോക്കി എഴുതിയിട്ട് പോലും ഇത്രയും തെറ്റുകളോ? ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് എഴുതിയത് ടീച്ചർ. എന്താന്നറിയില്ല. നോട്ട് മുഴുവൻ എഴുതിയിട്ടുമില്ലല്ലോ കുട്ടി. ക്ലാസ്സിൽ വളരെ നന്നായി പ്രതികരിക്കുന്ന ഷംന ഇങ്ങനെ ശ്രദ്ധക്കുറവ് കാണിക്കാമോ? ഞാൻ എഴുതി തീരുമ്പോഴേക്കും ടീച്ചർ മാച്ചിട്ടല്ലേ. ഇത്രയധികം സമയമെടുത്ത് എഴുതിയിട്ടും ഈ കുട്ടിയുടെ കൈയക്ഷരം വായിക്കാൻ പറ്റാത്ത വിധം അവ്യക്തവും തെറ്റുകൾ നിറഞ്ഞതുമാണ്. ക്ലാസ്സിൽ എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന ഷംനയ്ക്ക് എഴുതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ആദിത്യൻ്റെ പുതിയ കണക്ക് ടീച്ചറാണ്. ആദിത്യൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വരാൻ പറഞ്ഞത്. പറയൂ ടീച്ചർ, അവനെന്തേലും തെറ്റായി ചെയ്തോ? ഒരിക്കലുമില്ല. സ്കൂളിൽ ആർക്കും അവനെക്കുറിച്ച് മോശമായി ഒന്നും പറയാനില്ല. കേരളപ്പിറവിയോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ അവനാണ് ഒന്നാമൻ. അതെ ടീച്ചർ, പൊതുവിജ്ഞാനം വലിയ ഇഷ്ടമാണ്. TV-യിൽ ഡിസ്കവറി ചാനൽ കാണാനാണ് കൂടുതൽ താല്പര്യം. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവൻ്റെ ചിന്തകൾ. ചില പുസ്തകങ്ങളൊക്കെ വായിച്ച് നമ്മളോട് ഓരോന്നും ചോദിക്കും. എനിക്കൊന്നും മനസ്സിലാവാറില്ല. അതെ, സത്യമാണ്. പലപ്പോഴും അധ്യാപകരോടും അവൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതുമാണ്. പക്ഷേ കണക്കിൽ അവൻ വളരെ പിന്നിലാണ്. കൂട്ടാൻ പറഞ്ഞാൽ കുറയ്ക്കും. പല സംഖ്യകളും എഴുതുന്നത് കണ്ണാടിയിൽ കാണും പോലെ. ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില കണക്കുകൾ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാറില്ല. എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവന് കണക്ക് പിടികിട്ടുന്നില്ല. ഞാൻ അവനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ ക്രിയകളും പ്രത്യേകം പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ എത്ര തവണ പഠിപ്പിച്ചിട്ടും അവന് മനസ്സിലാകുന്നില്ല. ഇത്രയും കഴിവുള്ള കുട്ടിയായിട്ടും കണക്കിൽ മാത്രം അത് പ്രകടിപ്പിക്കുവാൻ അവന് കഴിയുന്നില്ല. എന്തായാലും നമുക്ക് ശ്രമിക്കാം.